നമ്മുടെ ഈ CMA കൊടുക്കുന്നത് IMA എന്ന് പറയുന്ന ബോഡിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സാം എഴുതുന്നതിന് മുമ്പേ ഈ IMAയിൽ മെമ്പർഷിപ്പ് എടുക്കണം. 3 തരത്തിലുള്ള മെമ്പർഷിപ്പാണ് മെയിനായിട്ടുള്ളത്. 1 സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ്, 2 പ്രൊഫഷണൽ മെമ്പർഷിപ്പ്, 3 അക്കാദമിക് മെമ്പർഷിപ്പ്. ഇത് അക്കാദമിക് എന്ന് പറയുമ്പോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ട് കോളേജസിൽ ടീച്ച് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ കറൻ്റ്ലി ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം, +2 ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ, കറൻ്റ്ലി ഒരു റെഗുലർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് കിട്ടുന്നതാണ്. ഇത് നമ്മൾ 3rd ഇയറിൽ കഴിഞ്ഞ് ഒരു വിത്തിൻ കുറച്ച് മന്ത് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കിട്ടും. മറ്റേത് പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ പലരും അറിയാത്തത് കൊണ്ട് ആണെങ്കിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഈ കോഴ്സിലോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. ഇത് ഈ മെമ്പർഷിപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫീസിലുള്ള വ്യത്യാസം? ഫീസിലുള്ള വ്യത്യാസം ആണ് മെയിനായിട്ടുള്ളത്. അതായത് പ്രൊഫഷണൽ അവർ ജോലി ചെയ്യുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഫീസ് അതിൽ കൂടുതലാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി അല്ലെങ്കിൽ ഒരു 60% മാത്രമാണ് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പിന് വരുന്നുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മെമ്പർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എന്തോ വ്യത്യാസമുണ്ടോ? ഈ ഓരോ വർഷവും പുതുക്കേണ്ടത്? പ്രൊഫഷണൽ മെമ്പർഷിപ്പ് നോർമലി 1 ഇയർ ആണ് കൊടുക്കുക. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് 1 ഇയർ എടുക്കാം, പക്ഷെ നമ്മളെപ്പോഴും 3 ഇയർ ഒക്കെയാണ് ചെയ്യിപ്പിക്കുക.